സൗരയൂഥ പ്രധാനിയായ സൂര്യഭഗവാനെ ദർശിക്കാനായി കുംഭകോണത്തു നിന്നും 15 കിലോമീറ്ററോളം താണ്ടി സൂര്യനാർ കോയിൽ സ്റ്റോപ്പിലിറങ്ങി ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയപ്പോൾ സമയം 6:15. 7 മണിക്ക് ദർശന സൗഭാഗ്യം ലഭിക്കത്തുള്ളൂ എന്നറിഞ്ഞപ്പോൾ ക്ഷേത്രത്തിനു ചുറ്റും ഒന്ന് നടന്നു കാണുവാൻ തീരുമാനിച്ചു. സൂര്യോദയത്തോടൊപ്പം 5 നിലകളിലായി പണികഴിപ്പിച്ച രാജഗോപുരം ദർശിക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു. ഈ ഗോപുരത്തിന്റെ ഉള്ളിൽ ഭഗവാൻ ഭാര്യമാരായ ഉഷയോടും പ്രത്യക്ഷയോടും ഒപ്പം അഷ്ടഗ്രഹങ്ങളാൽ വലയപ്പെട്ട് ഭക്തർക്ക് ദർശനമേകുന്നു. അടുത്തതായി പോയത് ക്ഷേത്രക്കുളമായ സൂര്യതീർത്ഥം കാണുന്നതിനാണ്. കൊടും വേനലിൽ വറ്റിവരണ്ട സൂര്യതീർത്ഥത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. യഥാർത്ഥത്തിൽ ഈ തീർത്ഥത്തിൽ മുങ്ങിയതിനു ശേഷമാണ് ഭക്തർ അകത്തു പ്രവേശിച്ച് ഭഗവാനെ തൊഴേണ്ടത്. ഇവിടെ തലവൃക്ഷമായി കണക്കാക്കുന്ന വെള്ള എരിക്കിൻ ചെടിയാണ് രോഗശമനത്തിനും മറ്റുമായി ഉപയോഗിക്കുന്നത്. അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ദേവശാപത്താൽ കുഷ്ഠരോഗം ബാധിച്ച് സൂര്യൻ ഉൾപ്പെടെയുള്ള നവഗ്രഹങ്ങൾ ഭൂമിയിൽ വെള്ള എരിക്കിൽ കാടായിത്തീർന്ന ഈ പ്രദേശത്ത് പതിക്കുകയും പിന്നീട് ശിവകടാശത്താൽ ശാപമോക്ഷകരാവുകയും പ്രദേശത്ത് അവരുടെ ചൈതന്യം നിലനിർത്തി ഭക്തർക്ക് ആശ്വാസം നൽകാൻ ശിവൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്നതാണ്. ഏതൊക്കെ മഹാവ്യാധികൾക്കാണ് ഈ ക്ഷേത്രം ശമനം നൽകുന്നതെന്ന് പരിസരവാസിയായ ഭാഗ്യരാജ് അണ്ണനോട് നമുക്കൊന്ന് തിരക്കി നോക്കാം. சூரியன் இங்கே இந்த ஊருக்கு நோய் தீர்க்க வந்தவர், அதுக்கு எல்லாருமே சப்போர்ட் பண்ணுறாங்க. ஓகே, இந்த உலகத்திலே சூரியன் இல்லைன்னா ஒன்றுமே இல்லை. ஓகே, அந்த மாதிரி ஒரு கன்செப்ட். இங்கே எந்த வியாதிகள் அந்த மாதிரி எந்த பிரச்சனைகளுக்கெல்லாம் பரிகாரம் இருக்குது? கண்ணுக்கு அதாவது தோல், கண்ணு தோல் மீன்ஸ் ஸ்கின்னு நம்ம சூரிய ஒளி போட்டதுனால அந்த நோய்கள் தீர்க்கும். ഓക്കെ, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും ഈ ക്ഷേത്രം പരിഹാരം കൽപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഇവിടെയും മയിലുകൾ ഭക്തർക്ക് ദർശനവിരുന്നൊരുക്കാറുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമായി കോൺക്രീറ്റ് പാതയുടെ പൂർത്തീകരണം ഏകദേശം കഴിയാറായിട്ടുള്ളതും ഇത് വെള്ളിത്തേരോടിക്കുന്നതിനായിട്ടാണെന്നും പാത നിർമ്മാണവും വെള്ളിത്തേരും ആന്ധ്രയിലെ ഒരു വ്യവസായിയാണ് ഭഗവത് ഭക്തിയിൽ നിർവഹിക്കുന്നതെന്നും അറിയാൻ കഴിഞ്ഞു. ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്, ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ഒരു ചെറിയ വിഘ്നേശ്വരൻ്റെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ രാജഗോപുരത്തിനും പ്രതിഷ്ഠയ്ക്കും മധ്യത്തിലായി സൂര്യഭഗവാന്റെയും വലയഗ്രഹങ്ങളുടെയും ഒരു നിർമ്മിതി ഭക്തരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ നിർമ്മിച്ചിട്ടുള്ളതാണ്. സൂര്യഭഗവാന്റെ വാഹനമായ കുതിരത്തേവരെ ഭഗവാൻ അഭിമുഖമായി ഒറ്റക്കല്ലിൽ കൊത്തി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ചുറ്റമ്പലത്തിൽ സൂര്യഭഗവാനോടൊപ്പം വിശ്വനാഥർ, വിശാലാക്ഷി, നടരാജർ, ശിവകാമി, വിനായകൻ, മുരുകൻ എന്നിവരും ആലേപനം ചെയ്യപ്പെട്ടിരിക്കുന്നു. സൂര്യഭഗവാന് നേർ അഭിമുഖമായി ഗുരുവും ബാക്കി 7 ഗ്രഹങ്ങൾക്കും ഉപമൂർത്തി സ്ഥാനം നൽകി സൂര്യന് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇതിൽ ഗുരു ശിവനെ പൂജിക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നു. മറ്റു നവഗ്രഹ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശിവൻ മുഖ്യപ്രതിഷ്ഠ അല്ലാത്ത ഒരേ ഒരു ക്ഷേത്രമാണ് സൂര്യനാർ കോവിൽ. അതായത് ഇതൊരു മഹാക്ഷേത്രം തന്നെയാണ്. ക്ഷേത്ര പണി കഴിപ്പിച്ചിരിക്കുന്നത് ചോള രാജാവായ കോളത്തുംഗ രാജേന്ദ്ര ചാലൂക്യാണ്. എന്നാൽ ഇന്നത്തെ രീതിയിൽ മാറ്റിയെടുത്തത് വിജയനഗര സമയത്താണ്. 2 കാലഘട്ടത്തിലും ദ്രാവിഡ നിർമ്മാണ രീതിയാണ് പിന്തുടർന്നിരിക്കുന്നത്. പുലർച്ചെ 5:30 തുടങ്ങി രാത്രി 10 മണി വരെ നീളുന്ന 6 പൂജാക്രമങ്ങൾ ഇവിടെയുണ്ട്. കോൽ വിനായക തീർത്ഥ വിനായകർക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക സ്ഥാനം നൽകിയിരിക്കുന്നു. ശ്രീകോവിലിന് പുറത്തായി ക്ഷേത്രപാലക സന്നിധിയും ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിവരുടെ ഉപസന്നിധികളും കാണാൻ കഴിയും. കൂടാതെ കാവേരിയുടെ വടക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മഹാക്ഷേത്രം കൂടിയാണ് സൂര്യനാർ കോവിൽ.